ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇതിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഞങ്ങൾ എന്ന് പറയുന്നത് വി ആണ്. സംസാരിക്കുക എന്ന് വെച്ചാൽ സ്പീക്ക് ആണ്. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ വാക്കും അതേപടി പെറുക്കി അങ്ങ് വെച്ചാൽ മതി. വി സ്പീക്ക് ഇംഗ്ലീഷ്, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ മോഡിഫിക്കേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ ഇത് പോരായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് വി സ്പീക്കിംഗ് എന്നൊക്കെ വെറുതെ പറഞ്ഞെന്നിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി സ്പീക്ക് ഇംഗ്ലീഷ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഏത് ടെൻസിൽ വരും? ഞാൻ ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞ പോലെ നമ്മൾ ജനറലായിട്ട് പറയുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേർബ്, ഇതിനകത്ത് വേർബ് സ്പീക്ക് എന്നുള്ളതാണ്. അത് നേരെ അങ്ങ് വെച്ചാൽ മതി. ഐയും വിയും ഒക്കെ വരുമ്പോൾ അത് നേരെ അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. പാർട്സ് ഓഫ് സ്പീച്ച് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ് എന്നുള്ളതൊന്നും തിയററ്റിക്കലി നമ്മളോട് പഠിക്കുന്നില്ല. ഓരോ വാക്കും എന്താണ്? പ്രോനൗൺ. ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗണാണ്. സ്പീക്ക് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് ഒരു വേർബാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ്, നൗൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോനൗണും വേർബും നൗണുമാണ്. ഇതിൻ്റെ ഒന്നും ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി പോയിക്കൊള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, വി പ്രോനൗണാണ്. സ്പീക്ക് എന്ന് പറയുന്ന ഒരു ക്രിയയാണ്, ഇതിൻ്റെ അകത്തെ പ്രവൃത്തിയാണ്, അത് വേർബാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നൗണും.